ലൈംഗിക അതിക്രമ കേസിലടക്കാൻ റിമാൻഡിലായ കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ്. ഒളിവിലായിരുന്ന മുജീബ് റഹ്മാനെ എളമക്കര പോലീസ് ഇന്നലെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പത്തനംതിട്ട സ്വദേശിയായ ഡോക്ടർ നൽകിയ പരാതിയിലുമാണ് മുജീബ് റഹ്മാനെതിരെ കേസെടുത്തിരിക്കുന്നത്. ലഹരി കേസിൽ പെടാതിരിക്കാൻ 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. അതോടൊപ്പം മറ്റൊരു യുവതി, അതായത് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ഈ മുജീബ് റഹ്മാൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അതിൻ്റെ മറവിൽ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, ഈ മുജീബ് റഹ്മാനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണുള്ളത്. നിലവിൽ 2 പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേരെ ഇയാൾ മറ്റ് പല രീതിയിലും സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തിട്ടുണ്ടാകാമെന്ന ചില സൂചനകളുണ്ട്. നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. എന്താണ് വിവരങ്ങൾ? ടോം, ഈ മുജീബ് റഹ്മാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ തന്നെയാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ആണ് അറിയുന്നത്. എന്തായാലും കസ്റ്റഡി അപേക്ഷ നിലവിൽ നൽകിയിട്ടില്ല. മുജീബിനെ കസ്റ്റഡി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുമെന്നാണ് എളമക്കര പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കിയതുപോലെ തന്നെ ക്രിമിനൽ ഒഫൻസസ് തന്നെയാണ്, ക്രിമിനൽ ഇടപെടലുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മുജീബിന്റെ ഭാഗത്തു നിന്നും. ഇത് നേരത്തെ, അതായത് ഈ യുവതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം, അത് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവം നടക്കുന്നത്. 2025 ഡിസംബറിലാണ് യുവതി മറ്റൊരു പരാതിയുമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും മുജീബ് ഗ്രേഡ് SI ആണ് അവിടുത്തെ SI എന്നുള്ള നിലയിൽ യുവതിയെ സഹായിക്കുകയും ചെയ്തത്. തുടർന്ന് യുവതിയുടെ ഫോൺ നമ്പറിലേക്ക് നിരന്തരം വിളിക്കുകയും ലൈംഗിക ആവശ്യങ്ങൾക്കായി നിരന്തരം വിളിക്കുകയും ചെയ്തു. അത് യുവതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഈ തൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇവരെ ലഹരി കേസിൽ പെടുത്തുമെന്ന് മുജീബ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയാണ്. അങ്ങനെയാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ്. അതേ തുടർന്ന് മുജീബിനെതിരെ നടപടിയിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ചു കാലമായിട്ട് മുജീബ് അവധിയിലായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഡോക്ടറുടെ പരാതിയും എത്തിയത്.